أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. وقال النبي محمد صلى الله عليه وسلم ما أكل أحد طعاما قط خيرا من أن يأكل من عمل يده. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. ഈ ദിവസത്തിലെയും മുഴുവൻ ഇബാദത്തുകളെയും അല്ലാഹു നമ്മുടെ ജീവിത വിജയത്തിന് സഹായകമാക്കുമാറാകട്ടെ. ഇന്നേ വരെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും നാഥനായ റബ്ബിന്റെ മഹലു ഫള് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും പരിപൂർണമായും കാരുണ്യവാനായ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും കൊടുക്കട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീടുകൾ, കുടുംബങ്ങൾ, നാടുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പരിപാവനമായ വിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് പുണ്യമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി യാത്രയായി കൊണ്ടിരിക്കുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ, നാം യാത്രയാക്കിയവർ, നമ്മോട് യാത്ര ചോദിച്ചവർ, മുഴുവൻ ഹജ്ജാജിമാർക്കും ഹജ്ജുമ്മമാരുടെയും ഹജ്ജിനെയും ഉംറയും സിയാറത്തിനെയും കാരുണ്യവാനായ റബ്ബ് മഖ്ബൂലും മർളിയുമായി സ്വീകരിക്കട്ടെ. വരും വർഷത്തിൽ തന്നെ നമുക്കും ഈ പുണ്യമായ അമലിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുൽഖഅദ മാസം മുതൽ ആരംഭിച്ച ഈ മാസത്തിന്റെ മുഴുവൻ ഫളലുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് മെയ് മാസം 1-ാം തീയതി ലോക തൊഴിലാളി ദിനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസമാണ്. തൊഴിലാളികളുടെ പേരിൽ ഒരു ദിനമോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. രാജ്യതലത്തിലും ലോകതലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒട്ടേറെ ദിവസങ്ങളുണ്ട്. അതിന്റെ ചരിത്രം പരതി പോയാൽ വലിയ സംഘടിതമായ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ആവശ്യകതയോ അതിനുവേണ്ടി ഉണ്ടായിട്ടുണ്ടാകും എന്നാ മനസ്സിലാവുക. മെയ് 1-ന് പിന്നിലും ചരിത്രം പരതിയാൽ അതുപോലെയുള്ള ചില ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് എല്ലുമുറിയെ പണിയെടുപ്പിച്ചാലും മാന്യമായ വേതനമോ അവകാശങ്ങളോ ന്യായമായ അവകാശങ്ങളോ നൽകപ്പെടാതെ അടിമകളെ പോലെ പരിഗണിക്കപ്പെട്ടിരുന്ന തൊഴിലാളികൾ, അടിമ വ്യവസ്ഥിതിയുടെ ക്രൂരമായ സമീപനങ്ങൾ നിലനിന്നിരുന്ന കാലം, അത് സഹികെട്ട തൊഴിലാളികൾ ഒരു നാൾ സംഘടിക്കാൻ തുടങ്ങി. 1886-കളിൽ ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് എന്ന പ്രസിദ്ധമായ മാർക്കറ്റിലെ തൊഴിലാളികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുതലാളികൾക്കെതിരിൽ നടത്തിയ സമരവും പിന്നീട് അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭവും അത് വലിയ കലാപമായി മാറി നാട് മുഴുവനും അത് വ്യാപിച്ചു. പിന്നീട് പരിസര നാടുകളിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവ്വരാജ്യ തൊഴിലാളികളെ, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന മുദ്രാവാക്യമെല്ലാം അതിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. ഈ ഇരിക്കുന്ന നമ്മളിൽ 99% പേരും തൊഴിലാളികളാണ്. തൊഴിലാളികൾ മുതലാളി എന്ന് പറയുമ്പോഴും ആ മുതലാളിയും ഒരു തൊഴിലാളിയാണ്. തൊഴിലാളികളാണ് ഭൂരിപക്ഷവും. തൊഴിൽ ദാതാക്കൾ എന്ന് പറയുന്നവരും മറ്റൊരാളുടെ തൊഴിലാളിയാണ്. അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് മുതലാളി എന്ന് പറയാൻ കഴിയുന്നവരുള്ളത്. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഭൂസ്വത്തും ഭൗതിക സുഖ സൗകര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി വെക്കുന്ന കോർപ്പറേറ്റുകളുടെ യഥാർത്ഥ ഭീകരമായ രൂപം അടിമ വ്യവസ്ഥിതി നിലനിന്നിരുന്നത് കൊണ്ട് അന്ന് മുതലാളിമാരെ പ്രത്യേകം എടുത്തു കാണിക്കാൻ കഴിയുമായിരുന്നു. ഇന്നും അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള മുതലാളിമാർ തന്നെയാണ് ഇന്നും ലോകം ഭരിച്ചുകൊണ്ടിരിക്കുക. ഓരോ രാജ്യങ്ങളിലും നമുക്ക് മുമ്പിൽ ഓരോ ഭരണകൂടങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ രാജ്യങ്ങൾ ഭരിക്കുന്നത് ഈ മുതലാളിമാർ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന സത്യം 48ഓളം വരുന്ന കോർപ്പറേറ്റുകളാണ് ഇന്ത്യ ഭരിക്കുക.
അമേരിക്കയും അതുപോലെ തന്നെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ. അവിടുത്തെ പ്രധാനപ്പെട്ട സമ്പന്നര് കോർപ്പറേറ്റുകളാണ് ആ നാട് ഭരിക്കുക. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണചക്രം തിരിക്കുക എന്നതാണ് അവരുടെ സഹായം കൊണ്ട് അധികാര കസേരയിലേക്ക് എത്തി ഇരുത്തപ്പെടുന്ന അധികാരികളുടെ ജോലി. അതിനപ്പുറം മറ്റൊന്നവർക്കില്ല. ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോതയിൽ മത്സരിച്ച് വിജയിച്ചു കയറുവാൻ, കുടുംബസ്വത്ത് എഴുതിക്കൊടുത്ത് കയ്യിലുള്ള ആസ്തി വിനിയോഗിച്ചുകൊണ്ട് വരുവാൻ ആരും ധൈര്യപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജയിച്ചു വരുന്നതിന്റെ പിന്നിൽ വലിയ സമ്പത്ത് മുടക്കാൻ, വലിയ മുതൽ മുടക്കാൻ സഹായം ചെയ്യുവാൻ കോർപ്പറേറ്റുകൾ വരുമ്പോൾ, വിജയപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ആദ്യമായി വിളിച്ചിട്ട് നന്ദി പറയുക, ആദര സൂചകങ്ങൾ അറിയിക്കുക. ആരാണോ തങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയത് അവരാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തൊഴിലാളി ചർച്ചകളിലൂടെയൊക്കെ കടന്നു വന്ന, ഗാന്ധിയൻ പ്രസ്ഥാനത്തിലൂടെയൊക്കെ കടന്നു വന്ന അണ്ണാ ഹസാരെ എന്ന മനുഷ്യന്റെ സമരത്തിന്റെ പൊള്ളത്തരവൊക്കെ തുറന്നു കാട്ടപ്പെട്ടു. അതിലൂടെ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും മറ്റു പലതിനെയും പോലെ സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് ചെന്നെത്തി കഴിഞ്ഞു. എന്തുകൊണ്ട് എന്നാൽ ആർക്കോ വേണ്ടി ഊതിക്കാച്ചപ്പെട്ടതായിരുന്നു. സ്വന്തം അസ്തിത്വവും സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം ആരോ കൂട്ടിവിട്ട, ആരോ കത്തിച്ചുവിട്ട ആ അഗ്നിയിലാണ് അവർ ജ്വലിച്ചു വന്നത്. അത് പിന്നീട് അങ്ങനെ തന്നെ ചരിത്രമായി മാറുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏതായാലും മെയ് 1 എന്ന ഈ ദിവസത്തിൽ ഇന്ന് അവധി ദിനമാണ്. 1923 ഇന്ത്യ രാജ്യത്തും ഈ തൊഴിലാളി ദിനം, ഇങ്ങനെ ഒരു ആചരണം വേണം, ഈ ദിവസത്തിൽ പ്രത്യേക പരിഗണന വേണം, ഈ ദിവസം അവധി പ്രഖ്യാപിക്കപ്പെടണം, ലോകതലത്തിനോട് നമുക്കും യോജിക്കണം എന്ന് പറഞ്ഞ് ഒരു സംസാരമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അപ്പോഴാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലും ഈ ദിവസം അവധിയാണ്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്നാൽ, 1886 ഹേ മാർക്കറ്റിലെ സമരത്തിനെ തുടർന്ന് അതിന്റെ പര്യവസാനത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. ഇനി മുതൽ എല്ലാ തൊഴിലാളികൾക്കും 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. അതാണ് ഇനിയുള്ള നാൾ. അങ്ങനെ തൊഴിലെടുക്കൂ എന്നവർ തീരുമാനിച്ചു. അതിൽ നിന്ന് പിന്നീട് ലേബർ ആക്ട് ഒക്കെ ഉണ്ടായി, പല നിയമങ്ങളും പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രൂപത്തിലുള്ള നിയമ ഭേദഗതികളൊക്കെ ഉണ്ടായി. ചുരുക്കത്തിൽ 1889 ആകുമ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിൽ അതിനൊരു അംഗീകാരം ഉണ്ടാവുക. തൊഴിലാളിയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, തൊഴിലെടുക്കുന്നവരുടെ അധ്വാനത്തിന് പരിഗണന കൊടുക്കണം, അവരുടെ കഷ്ടപ്പാടിന് മാന്യമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് 1889 1889 വരെയും അങ്ങനെ ഒന്നില്ല എന്നാണ് ഒരു സമരം നടത്തി ലോകതലത്തിൽ വലിയൊരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ വലിയ സമരങ്ങൾ വേണ്ടി വന്നുവെങ്കിൽ അന്ന് വരെയും അത്തരത്തിൽ ഒന്ന് രാജ്യതലങ്ങളിൽ, ഭരണതലങ്ങളിൽ ഇല്ലായിരുന്നു എന്നാ മനസ്സിലാവുക. എന്നാൽ അന്നും ഈ അവകാശങ്ങൾ സമരമില്ലാതെ നടപ്പിലാക്കപ്പെട്ട ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, ചില ഏരിയകൾ ഉണ്ടായിരുന്നു. ഭരണതലത്തിൽ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ചില പ്രദേശങ്ങളിൽ ഈ അവകാശങ്ങൾ സമരമില്ലാതെ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭരണ പ്രദേശങ്ങളിലായിരുന്നു. എന്തുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ മാത്രം എങ്ങനെയുണ്ടായി? അമേരിക്കയിലെ ചിക്കാഗോയിലാണ് തൊഴിലാളി ദിനത്തിന്റെ ആദ്യ ചരിത്രം ചെന്നെത്തി നിൽക്കുന്ന മെയ് ദിനത്തിന്റെ ആദ്യത്തെ പ്രക്ഷോഭമുണ്ടായതെങ്കിൽ പിന്നീട് അത് അലയടിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, അമേരിക്കൻ ഐക്യനാടുകളിലാണ്. ആ സമയത്തും അറേബ്യൻ ഉപദ്വീപിലും മിഡിൽ ഈസ്റ്റിലും ഇങ്ങനെ ഒരു സമരം ഉണ്ടായില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സമരത്തിന്റെ ആവശ്യകത അവിടെ ഉണ്ടായില്ല എന്നത് തന്നെ. തൊഴിലാളിക്ക് വേണ്ട അംഗീകാരം കൊടുക്കാനും തൊഴിലാളികൾക്ക് നൽകേണ്ട പരിഗണന നൽകാനും തൊഴിൽ രംഗങ്ങളിൽ സ്വീകരിക്കേണ്ട നയനിലപാടുകൾക്ക് കൃത്യമായ ഒരു അധ്യാപനം നൽകപ്പെട്ട ഒരു ഭരണ സംവിധാനമായിരുന്നു ഉസ്മാനി ഖിലാഫത്ത്. എന്തുകൊണ്ട് അപ്രകാരം നയനിലപാടുകൾ സ്വീകരിക്കപ്പെടണം, പ്രത്യേകമായ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞത്? അവർ സ്വീകരിച്ചു പോന്നത് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊഴിലാളികളെ കുറിച്ചുള്ള അധ്യാപനമാണ്. 1886 വരെ ലോക രാജ്യങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുമ്പോൾ അന്നും അറേബ്യൻ ഉപദ്വീപിലും അടിമകളുണ്ട്. അടിമ വ്യവസ്ഥിതി കാലാന്തരത്തിൽ പതുക്കെ പതുക്കെയാണ് ഉന്മൂലനം ചെയ്യപ്പെട്ടത്. എന്നാൽ ആ അടിമകളോട് പോലും നിങ്ങൾ എങ്ങനെ സമീപിക്കണമെന്ന് പഠിപ്പിച്ച മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി എങ്ങാനും അനീതി പ്രവർത്തിച്ചു പോയാൽ
നാളെ ആഖിറത്തിൽ വരുമ്പോ പടച്ചറപ്പിന്റെ കോടതിയിൽ നിന്റെ നമസ്കാരങ്ങളും ഇബാദത്തുകളും ഫലമില്ലാതെ പോകുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥ വരും. ഇത് പറഞ്ഞുകൊണ്ട് വാൺ ചെയ്തുകൊണ്ട് അടിമയോടും തൊഴിലാളിയോടും മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ 1886 അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 12 നൂറ്റാണ്ടുകൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ ഇർഖഹു. ഒരു തൊഴിലാളിയെ തൊഴിലെടുക്കാൻ വിളിച്ചാൽ ആ തൊഴിലാളിയോട് നിങ്ങൾ കരാർ ചെയ്ത തൊഴില്, അവനോട് ആവശ്യപ്പെട്ട തൊഴില്, ആ തൊഴിലങ്ങ് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ, ആ ജോലി കരാറ് പറഞ്ഞ ജോലി അങ്ങ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവന്റെ കൂലി നിങ്ങൾ കൊടുത്തിരിക്കണേ. ഖബ്ല അൻ യജിഫ ഇർഖഹു, അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ്, വിയർപ്പ് ആറുന്നതിന് മുമ്പ് അവന് നൽകാമെന്ന് കരാർ ചെയ്തിട്ടുള്ള വേതനം അത് അല്പം പോലും കുറവ് വരുത്താതെ കൊടുക്കണേ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തൊഴിലുടമയോട് പറഞ്ഞു. തൊഴിലാളിക്ക് നൽകേണ്ട അവകാശത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ തൊഴിലാളിക്ക് തൊഴിൽ കൊടുക്കാൻ വിളിച്ചിട്ട് തൊഴിലുടമ ആ തൊഴിലുടമയോട് വലിയ ഗൗരവത്തോടെ മുന്നറിയിപ്പ് കൊടുത്തു. നാളെ പരലോകത്ത് വരുമ്പോ, അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിനക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. പ്രിയപ്പെട്ടവരെ, ഒരു തൊഴിലുടമയ്ക്ക് തന്റെ കീഴിൽ പണിയെടുക്കുന്ന അടിമയോട് അല്ലെങ്കിൽ തന്റെ തൊഴിലാളിയോട് ഏത് വിധേനയും പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന കാലം, മക്കാ മുക്കറമയിൽ ഹബീബായ നബി തങ്ങൾ വരുന്ന കാലത്ത് അടിമകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യപ്പറ്റിന്റെ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്ത വെറും ഇരുകാലി സൃഷ്ടികളായിരുന്നില്ലേ? മഹാനായ ബിലാൽ ഹബശി, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹും അടിമകൾക്ക് യാതൊരു പരിഗണനയും നൽകപ്പെടാത്ത കാലം, ഒരു പരിഗണനയുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കുമോ, നമ്മുടെ പൊന്നുമക്കൾ പിറന്നു വീണ് നമ്മുടെ പ്രിയപ്പെട്ടവള് പ്രസവിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അവൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് നിൽക്കുമ്പോ ആ കുഞ്ഞിനെ വന്ന് വലിച്ചു പറിച്ചു കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയതമയെ വലിച്ചെടുത്തു കൊണ്ടുപോയാൽ നമുക്ക് എത്രത്തോളം അതിനെ സ്വീകരിക്കാൻ കഴിയും? എത്ര വേദനയാണ് ഉണ്ടാക്കുന്നതെന്നറിയുമോ? എന്നാൽ അന്നത്തെ കാലത്ത് ഇതെല്ലാം സർവ്വസാധാരണമായി നടന്നിരുന്നു. ഒരു പരിഗണനയും നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ അവകാശങ്ങളൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ക്രൂരത മാത്രം, ക്രൂരത മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് കണ്ടുകൊണ്ടാണ് മക്കയുടെ മലഞ്ചെരുവിലൂടെ നടന്നുപോയത്. അന്ന് തന്നെ വിശ്വസിക്കാൻ വന്നത് ഈ അടിമകളാണ്, ഈ സാധാരണക്കാരാണ്, അന്നത്തെ കൂലി തൊഴിലാളികളാണ്. അവർക്ക് ഒരു പരിഗണനയുമില്ല. കാലം കഴിഞ്ഞു മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു, ഇവർ മനുഷ്യരാ, യഖ്വാനകും ഖവലകും, യഖ്വാനകും ഖവലകും, ഇവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ തൊഴിലാളികൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. തൊഴിലാളികളെ സഹോദരങ്ങൾക്ക് തുല്യമായി പരിഗണിക്കണമെന്ന് പറഞ്ഞ ലോകത്തെ ഒരേ ഒരു നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് പറഞ്ഞു, 12 കഴിഞ്ഞിട്ടാണ് തൊഴിലാളികൾ അവകാശത്തിന് വേണ്ടി ഒരു സമരം ഉണ്ടാവുക. അതിനുശേഷമാണ് ലേബർ ആക്ട് വന്നത്. അതിനുശേഷമാണ് ലോകതലത്തിൽ ഇതിന്റെ നിയമങ്ങൾ വന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 വിഭാഗം ആളുകളെ കുറിച്ച് ഞാൻ പറയാണ്. അവർക്ക് നാളെ പരലോകത്ത് വരുമ്പോ അവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ ഞാനായിരിക്കും വരിക. അവരോട് ഞാൻ തർക്കിക്കുന്നതാണ്. അവർക്ക് എതിരിൽ വാദിക്കാൻ അവിടെ കോടതിയിൽ വരുന്നത്, പടച്ചറപ്പിന്റെ മുമ്പിൽ വരുന്നത് ഞാനായിരിക്കുമേ. അവിടെ നിങ്ങൾക്ക് ന്യായം പറയാൻ, നിങ്ങൾക്ക് എതിർവാദം ഉന്നയിക്കാൻ ഞാനാണ് അവിടെ ഉണ്ടാവുക. അള്ളാന്റെ റസൂല് പറഞ്ഞു, 3 വിഭാഗം ആളുകൾ, അവരോട് ഞാൻ തർക്കിക്കും, അവർക്ക് ഞാൻ എതിരായിരിക്കും. ആരാണെന്നറിയോ? അതിലൊരു മനുഷ്യൻ ഒരു തൊഴിലാളിയെ കൂലിക്കെടുത്തു. രാവിലെ ഒരു ജോലിക്ക് വേണ്ടി ഒരു ജോലിക്ക് ഒരാളെ വിളിച്ചു. എന്നിട്ട് അവനോടൊരു കരാറ് പറഞ്ഞു, ഒരു ജോലി പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ ജോലി പൂർണ്ണമായി അവൻ നേടിയെടുത്തു. അവനെ കൊണ്ടുള്ള ആവശ്യം പൂർണ്ണമായി നേടിയെടുത്തു കഴിഞ്ഞു. എന്നിട്ട് വലം യുഅതി അജ്റാ, എന്നിട്ട് അവന് കൊടുക്കാമെന്ന് പറഞ്ഞ കരാർ ചെയ്ത കൂലി കൊടുക്കാതെ വഞ്ചിച്ചു കഴിഞ്ഞാൽ അവന് എതിരെ പടച്ചറപ്പിന്റെ കോടതിയിൽ വാദിക്കുവാൻ ഞാനായിരിക്കും വരിക. ഞാനാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവന് വേണ്ടി വരിക എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ തൊഴിലുടമകളുടെ മുമ്പിൽ
വളരെ വേദനയോടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയ തൊഴിലാളികളെ വേദനിപ്പിക്കുന്ന കണ്ണീരിന്റെ വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പരിശുദ്ധ റമദാനിന്റെ മുമ്പ് ഭാരതന്മാരായ സ്വഹാബത്ത് ശഅബാൻ മാസമാകുമ്പോ 4 കാര്യങ്ങളെ ശ്രദ്ധിച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു കാര്യം ഏതെന്നറിയുമോ? തങ്ങളുടെ കീഴിലുള്ള പണിയെടുക്കുന്ന ആളുകളെ, തങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളെ, തങ്ങളുടെ കീഴിൽ ജയിൽവാസത്തിൽ കിടക്കുന്ന ആളുകളെ എല്ലാവരും അടുക്കലേക്ക് വിളിക്കും. എന്നിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാധ്യത ബാക്കിയാകുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കലല്ലാതെ ഇല്ല. അത് പിന്നെ വെച്ച് താമസിപ്പിക്കൂല. അങ്ങനെ വെച്ച് താമസിപ്പിച്ച അവസ്ഥയിലാണ് ആ മനുഷ്യന് പരിശുദ്ധമായ റമളാനിലേക്ക് എത്തുന്നതെങ്കിൽ അവന്റെ റമളാൻ വൃഥാവില, യാതൊരു പ്രയോജനവുമില്ല. ഇത് പഠിപ്പിച്ച ലോകത്തെ ഒരു മതമുണ്ടെങ്കിൽ അതാണ് പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ. ആ ദീനിലായിട്ടാണ് നമ്മൾ ജീവിക്കുക. ആ ജീവിക്കുന്ന നമ്മളിൽ പെട്ടവരും തൊഴിലാളികളോട് അനീതി കാണിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഹറാമാണ്. പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ 2 തരം ബാധ്യതകളെ കുറിച്ചാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുക. ഒന്ന് ഹുഖൂഖുല്ലാഹ് വ ഹുഖൂഖുൽ ഇബാദ്. 2 കടമകൾ, 2 ബാധ്യതകൾ. അള്ളാഹുവിനോടുള്ള കടമ, ആ കടമയിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ പടച്ചവൻ ഉദ്ദേശിച്ച് പൊരുത്തപ്പെട്ട് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാൽ 2ാമത്തെ ബാധ്യത, 2ാമത്തെ കടമ, അത് അള്ളാഹു പൊരുത്തപ്പെട്ട് തരൂല. കാരണം പടച്ചവന് പൊരുത്തപ്പെട്ട് തരാൻ കഴിയൂല തന്നെ. അത് പടച്ചവനുമായി ബന്ധപ്പെട്ട ബാധ്യത അല്ല. പിന്നെയോ അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ്. മനുഷ്യലോകം, ജന്തുലോകം, സസ്യലോകം, ജീവലോകവുമായി ബന്ധപ്പെട്ട സൃഷ്ടികളോട്, അള്ളാഹുവിന്റെ അടിമകളോട്, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർക്കിടയിൽ നമുക്കും ഉണ്ടായിട്ടുള്ള ബാധ്യതകളാണ്. ബന്ധങ്ങളും ബാധ്യതകളും വളരെയധികം ആലോചിക്കേണ്ട വിഷയമാണ്. എപ്പോഴും അതിന് അതിപ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു മനുഷ്യന്റെ അവകാശം തടഞ്ഞാൽ, ഒരാളിന് കൊടുക്കാമെന്ന് പറഞ്ഞ കൂലിയിൽ കുറവ് വരുത്തിയാൽ, ഒരാളിന് നൽകാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നൽകാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവന്റെ പരലോകം ചോദ്യചിഹ്നമായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മയ്യത്തുകൾ കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോൾ ആ മയ്യത്തുകൾക്ക് നമസ്കാരത്തിന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കും, ഹൽ അലൈഹി ദൈൻ, ഇദ്ദേഹത്തിന് വല്ല കടബാധ്യതയുമുണ്ടോ, എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് ചോദിക്കും. അതിന്റെ അതേ സുന്നത്താണ് ഇന്നും ഇമാമുമാർ ജനാസയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ജനാസയ്ക്ക് വല്ല ബാധ്യതയുമുണ്ടോ എന്ന് ചോദിക്കുക. ആ ചോദ്യത്തിൽ അത് ദൈൻ മാത്രമല്ല, വ്യക്തിപരമായി, കുടുംബപരമായി, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഏതെങ്കിലും രൂപത്തിൽ ആ മനുഷ്യനെ നാം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പൊരുത്തപ്പെട്ടു തരേണ്ട, ഇയാൾ പൊരുത്തപ്പെട്ടു തരേണ്ട ഒരു വിഷയം നമുക്കെതിരിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സർവനാശത്തിന്റെ കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ പങ്കെടുത്ത, പ്രധാനപ്പെട്ട ധർമ്മസമരങ്ങളിൽ പങ്കെടുത്ത ഒരു സ്വഹാബി വര്യന്റെ ജനാസ കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ഇതുപോലൊരു ബാധ്യതയെ കുറിച്ച് കേട്ടു. അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേക്കാതെ ആ ഭാഗത്ത് തന്നെ ഇരുന്നു. ചോദിച്ചു, ഇതിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ, എന്നാ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഞാൻ നിസ്കരിക്കില്ല. എന്താ കാരണം? ആ നമസ്കാരത്തിന്റെ 3ാമത്തെ തക്ബീറിൽ അല്ലാഹുമ്മഗ്ഫിർ പടച്ച റബ്ബേ, ഈ ജനാസക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇപ്രകാരം ഒരു ദുആ ഞാൻ ചെയ്യുമ്പോ സത്യത്തിൽ പടച്ച റബ്ബിനെ ആകെ വിഷമത്തിലാക്കലാണ്. എന്റെ ദുആ, ഈ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ദുആ പടച്ച റബ്ബിന് സ്വീകരിക്കണമോ സ്വീകരിക്കാതിരിക്കണമോ, എന്ത് ചെയ്യണമെന്നതിൽ ഞാൻ സമ്മർദ്ദം ചെലുത്തലായി പോകും. സത്യത്തിൽ അല്ലാഹ് പഠിപ്പിച്ച ദീനിന്റെ നിയമമനുസരിച്ച് ഈ മനുഷ്യന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, ഈ മനുഷ്യൻ വാങ്ങേണ്ട മനുഷ്യൻ പൊരുത്തപ്പെട്ടു കൊടുത്താൽ അല്ലാതെ പൊരുത്തം ലഭിക്കില്ല. അതിലെനിക്കോ പടച്ചവനോ യാതൊരു റോളുമില്ല. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ജനാസ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോ ആ ജനാസയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, നിങ്ങൾ നമസ്കരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ നിന്നും മാറി നിന്ന ഹബീബുനാ റസൂലുള്ളാഹ്, ആ റസൂലിന്റെ മുമ്പിൽ ഉബയ്യ് ഇബ്നു സലൂലിന്റെ ജനാസ കൊണ്ടുവന്ന് വെക്കപ്പെട്ടിട്ടുണ്ട്. ആരാ ഉബയ്യ് ഇബ്നു സലൂൽ? ഉബയ്യ് ഇബ്നു സലൂൽ മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നാശം വിതച്ച മനുഷ്യനാണ്. ഉമ്മത്തുൽ മുസ്ലിമയെ തകർക്കാൻ പരിശ്രമിച്ചയാളാണ്.
ജൂത സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു, മുനാഫിക്കുകളുടെ നേതാവായിരുന്നു, ചതിയുടെ വഞ്ചനയുടെ പ്രതീകമായിരുന്നു. ആ മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കപ്പെട്ടൊരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരനായി മാറിയ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകനാണ്. ആ പൊന്നുമകൻ തന്റെ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഓടി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പിതാവ് മഹാമോശക്കാരനാണ്, കുഴപ്പക്കാരനാണ്, ഏറ്റവും വലിയ അക്രമിയാണ്. ഈ ഉമ്മത്തിനെ, ദീനിനെ, അങ്ങയെ സ്വഹാബത്തിനെ തകർക്കാൻ പരിശ്രമിച്ചവരാണ്. ഇതൊക്കെ എനിക്കറിയാം നബിയെ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഭയപ്പെടുകയാണ്. എന്റെ പിതാവിനെ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ അടുത്ത നിമിഷം കാണാൻ പോകുന്ന രംഗം എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് നബിയെ. എന്നാലും ഞാനൊരു മകനല്ലയോ, എന്റെ പിതാവിനെ ഓർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമമുണ്ട് ഹബീബേ. അങ്ങയോടൊരപേക്ഷ, എന്റെ പിതാവിന് വേണ്ടി ഒന്നും മയ്യത്തെങ്കിലും നമസ്കരിക്കുമോ റസൂലല്ലാഹ്? അതിനു മുമ്പ് കുറെ സംഭവം കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബിവര്യനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഉബയ്യ് ഇബ്നു സലൂലിന്റെ ജനാസ നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോ ആ സമയത്തിലാണ് പരിശുദ്ധ ഖുർആൻ 6 സ്ഥലങ്ങളിൽ ഹബീബായ റസൂലിനെ പോലും തിരുത്തി ആയത്തുകൾ അവതരിച്ചതിൽ ഒരു ആയത്ത് അവതരിക്കുക. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പുറകിൽ കയറി പിടിച്ചു, റസൂലേ, യാ റസൂലല്ലാഹ്, അങ്ങെന്താ ചെയ്യാൻ പോകുന്നത് നബിയെ? അങ്ങെന്താണ് ചെയ്യാൻ പോകുന്നത് നബിയെ? ഈ മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയോ, ഈ മനുഷ്യന് വേണ്ടി ജനാസ നമസ്കരിക്കുകയോ? ഇയാൾ ആരാണെന്നറിയുമോ? നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. നമ്മെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യാൻ ഈ മദീനയിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ച മുഴുവൻ ത്യാഗങ്ങളുടെയും പിന്നണി പ്രവർത്തകനായ, അതിന്റെ നേതാവായ, ഏറ്റവും വലിയ അക്രമിയായ മുനാഫിക്കുകളുടെ നേതാവായിരുന്നില്ലേ ഈ മനുഷ്യൻ? ഈ നാട്ടിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് കയ്യും കണക്കുമില്ലല്ലോ റസൂലേ. ഹബീബായ റസൂൽ അതിന് കൃത്യമായൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരെന്ന് സ്വഹാബത്തിനും അറിയാം. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം, മുസ്ലിങ്ങളോടൊപ്പമാണ് അവരുടെ സഞ്ചാരം. പള്ളിയിൽ ഒരു നമസ്കാരത്തിനുണ്ടാകും, മുസ്ലിമീങ്ങളെ വേഷവിധാനമുണ്ടാകും, മുസ്ലിമീങ്ങളെ എല്ലാ കാര്യത്തിലും മുസ്ലിമീങ്ങളോടൊപ്പമുണ്ട്, എല്ലാ കാര്യത്തിലും മുസ്ലിമീങ്ങളോടൊപ്പമുണ്ട്. എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാം വിരുദ്ധതയാണ്, ഇസ്ലാമിനെ ഒറ്റുകൊടുക്കലാണ്. അറബ് ഭരണാധികാരികളിൽ പലരും ചെയ്യുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൂട്ടു നിൽക്കുന്ന പണി ചെയ്തിരുന്ന ഉബയ്യ് ഇബ്നു സലൂൽ, ആ ഉബയ്യ് ഇബ്നു സലൂലിനെ ആ സമൂഹ മധ്യത്തിൽ എടുത്ത് അതേപോലെ പരിചയപ്പെടുത്താൻ നിർവാഹമുണ്ടായിരുന്നില്ല. കാരണം അയാളുടെ മനസ്സിന്റെ ഉള്ളിലെ വിശ്വാസം മോശമായിരുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സ്പഷ്ടമായ ആ കാര്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഉബയ്യ് ഇബ്നു സലൂൽ ഏറ്റവും വലിയ മുനാഫിക്കാണ്. അയാൾ ഉള്ളിലൂടെ മുസ്ലിമീങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പമാണ് ഞാൻ ഉള്ളതെന്ന് പറയുകയും എന്നിട്ട് മാറി നിന്നുകൊണ്ട് സമുദായത്തിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന പണിയായിരുന്നു ചെയ്തത്. ഇക്കാര്യം നബിക്കും സ്വഹാബത്തിനും അറിയാം. എന്നാൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇയാൾ മുസ്ലിമാണ്, ഇയാൾ ജനങ്ങൾക്ക് മുമ്പിൽ മുസ്ലിമാണ്. ഏതുപോലെ സാജൻ സക്കറിയൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ എക്സ് മുസ്ലിം എന്ന കുറെ പേരുകാര് പറയാറുണ്ടല്ലോ. മുസ്ലിം പേരുണ്ടെങ്കിൽ ആ മുസ്ലിം പേരുകാര് കാണിക്കുന്ന ഏത് തോന്നിയാസത്തിനും, അവർ കാണിക്കുന്ന ഏത് തെമ്മാടിത്തരത്തിനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം മുസ്ലിം സമുദായം. എങ്ങാനും അവർക്കിതിലൊരു ജമാഅത്ത് നടപടിയെടുത്താൽ, ഒരു സംഘം നടപടിയെടുത്താൽ, അപ്പൊ ആർപ്പ് വിളികളുമായിട്ട് വരും. ഇറാനിൽ വന്നതുപോലെ, ലോകത്തെ പല രാജ്യങ്ങളിൽ വന്നതുപോലെ അവിടെ മനുഷ്യാവകാശം പറയും, സ്ത്രീ അവകാശം പറയും, ബാലാവകാശം പറയും, തൊഴിലാളി അവകാശം പറഞ്ഞുകൊണ്ട് പലരും വരാറുണ്ട്. യഥാർത്ഥത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയാ? മുസ്ലിം വിരുദ്ധതയുടെ അപ്പോസ്തലനായിരിക്കും, പേരുകൊണ്ട് മാത്രം മുസ്ലിമായിരിക്കും. ഇവരെ കാരണം മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം ചെറുതല്ല, വലിയ ധർമ്മസങ്കടത്തിലാണ് സമുദായം എത്തപ്പെടുക. ഇതുപോലെ അവസ്ഥ തന്നെയാണ് ഉബയ്യ് ഇബ്നു സലൂലിന്റെ വിഷയത്തിലും ഉണ്ടായത്. ഉബയ്യ് ഇബ്നു സലൂൽ നിസ്കരിക്കാൻ വരുന്നയാളാണ്, നോമ്പിന്റെ കാര്യത്തിൽ മുമ്പിലുണ്ട്, പള്ളിയിലെ മുസ്ലിങ്ങൾ എല്ലാ കാര്യത്തിലും മുമ്പിലുണ്ട്. ഇയാളെ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോ പരിശുദ്ധ പ്രവാചകൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ എന്ന് പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് തന്റെ അനുചരനോട് അനീതി കാണിച്ചുവെന്ന് പറയാൻ യഹൂദികൾ നാട് നിളയെ കുപ്രചരണം നടത്താനുള്ള സാധ്യത കണ്ടതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതിനു വേണ്ടി മുതിർന്നത്. കാരണം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഖണ്ഡിതമായൊരു നിരോധനവും വന്നിട്ടില്ല.
ഹബീബായ റസൂൽ നാട് നോക്കുമ്പോ, സാമൂഹിക അന്തരീക്ഷം നോക്കുമ്പോ, ഈ സമയത്തിൽ എതിരായി പരസ്യമായി നടപടിയെടുക്കുന്നത്, നിലപാടെടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിന് വലിയ ചോദ്യചിഹ്നമാകും. അതുകൊണ്ട് ഹബീബായ റസൂൽ ഒട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, പിന്നെ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ് അങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോഴാ അള്ളാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്നിട്ട് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്താ ചെയ്യാൻ പോകുന്നത് നബിയേ? അധികം താമസിയാതെ ജിബ്രീൽ വന്നുകൊണ്ട് ഓതി കേൾപ്പിച്ചു, യാ റസൂലല്ലാഹ് വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയേ, ഈ രൂപത്തിൽ മരണപ്പെട്ട് ഹബീബേ അങ്ങേക്ക് ബോധ്യമുള്ള കുഫരിയത്തിനെ മനസ്സിൽ കൊണ്ട് നടന്ന്, നിഫാഖ് മനസ്സിൽ കൊണ്ട് നടന്ന് മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ പേരിൽ അങ്ങ് നമസ്കരിക്കരുത് റസൂലല്ലാഹ്, അങ്ങ് നിസ്കരിക്കരുത് നബിയേ, അങ്ങ് നമസ്കരിക്കരുത് നബിയേ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജിബ്രീൽ വന്നുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയെ മുൻനിർത്തിക്കൊണ്ട് റസൂൽ പിന്മാറിയെങ്കിൽ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ ഉബയ്യ് ഇബ്നു സലൂലിന്റെ ജനാസയ്ക്ക് മുമ്പിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ അതേ പ്രവാചകൻ തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ട ഒരു സഹാബി വര്യൻ, ഉഹദ് യുദ്ധത്തിൽ തന്നോടൊപ്പം പങ്കെടുത്ത, ഖന്തഖ് യുദ്ധത്തിൽ തന്നോടൊപ്പം പങ്കെടുത്ത, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുത്ത ഒരു സ്വഹാബി വര്യൻ, ആ സ്വഹാബി വര്യൻ മുമ്പിലേക്ക് ജനാസയായി വന്ന് കിടക്കുമ്പോൾ ആ ജനാസ നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റില്ല. ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്, അദ്ദേഹം പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്, അദ്ദേഹം ബാധ്യത നിറവേറ്റേണ്ടതുണ്ടെന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരു ഷഹീദാകട്ടെ, ഒരു ഹാഫിളാകട്ടെ, പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ വ്യക്തിയാകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമരം നടത്തി രക്തം ചിന്തി മരണപ്പെട്ടയാളാകട്ടെ, ഇവര് പോലും ഹുഖൂഖുൽ ഇബാദ്, അടിമകളോട്, മനുഷ്യരോട്, തൊഴിലാളികളോട്, സെറ്റുകളോടുള്ള കടമകൾ ബാക്കിയാക്കി മരണപ്പെട്ടു വന്നാൽ അവർക്കവിടെ പൊരുത്തം കിട്ടുന്നതല്ല. അവരുടെ വിഷയം ആകെ കുഴപ്പത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത്, മെയ്യൊന്നൊരു തൊഴിലാളി ദിനം നമുക്ക് വേണ്ടതില്ല. പിന്നെയോ നമ്മുടെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്, ഹബീബായ റസൂൽ പഠിപ്പിച്ചതാണ്, അഅ്തുൽ അജീറ അജ്റ, തൊഴിലാളിക്ക് നിങ്ങൾ അവർക്ക് കരാർ ചെയ്ത കൂലി കൊടുക്കണേ, അതിൽ ഒരു കുറവും വരുത്തരുത്. അവന്റെ ജോലി ക്ലിയർ ആണെങ്കിൽ, കൃത്യമാണെങ്കിൽ, അവന്റെ ജോലിയുടെ ഭാഗം ശരിയാണെങ്കിൽ അവന് പറഞ്ഞ കരാർ ചെയ്ത കൂലി നിങ്ങൾ പൂർണ്ണമായും കൊടുത്തിരിക്കണം. ഇല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് വരുമ്പോ അവർക്കെതിരെ വിചാരണ കോടതിയിൽ ഞാനായിരിക്കും അവരുടെ വക്കീലായി വരിക. നബിയുനാ റസൂലുള്ളാഹ്. ഹബീബായ റസൂല് പറഞ്ഞ് തൊഴിലാളികളോടുള്ള അവകാശം പറഞ്ഞപ്പോ, നമ്മുടെ കീഴിൽ ഉപജീവനം തേടി ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇഖ്വാനുക്കും ഖവലക്കും, ഇഖ്വാനുക്കും ഖവലക്കും ജഅലല്ലാഹു തഹത ഐദീകും, നിങ്ങളുടെ കരങ്ങൾക്ക് കീഴിൽ കീഴ്പ്പെടുത്തി തന്ന നിങ്ങളുടെ തൊഴിലാളികൾ, അല്ലെങ്കിൽ നിങ്ങൾ അടിമകൾ, നിങ്ങളുടെ സഹായികളായിട്ടുള്ളവർ നിങ്ങളുടെ സഹോദരങ്ങളാ, നിങ്ങളുടെ സഹോദരങ്ങളാ. സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറാനാണോ നിങ്ങൾ ആഗ്രഹിക്കുക, അതുപോലെയാണ് നിങ്ങളുടെ മുമ്പിൽ തൊഴിൽ തേടി വന്ന, അല്ലെങ്കിൽ നിങ്ങൾ കരാറ് പറഞ്ഞ് തൊഴിലിന് വിളിച്ച തൊഴിലാളിക്ക് നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത് നബിയുനാ റസൂലുള്ളാഹ്. പ്രവാസ ലോകത്തൊക്കെ ഒരുപാട് പേരുടെ വിഷയം കേൾക്കാം. ഈ നാട്ടിലുമുണ്ട്, പ്രവാസ ലോകത്തുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല ആളുകളെയും കുറിച്ച്, കേൾക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് പഠിക്കാനിറങ്ങിയാൽ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, നല്ലൊരു ശതമാനവും ഇത് സംഭവിച്ചിരിക്കുന്നത് പ്രവാസ ലോകത്താണ്, ഗൾഫ് നാടുകളിലാണ്. ഈ നാട്ടിൽ നിന്നൊരു കരാറ് പറഞ്ഞു വിടുന്ന സാധുക്കളെ കൊണ്ടുപോകും. 800 റിയാല്, 1000 ദിർഹംസ്, 1500, 2000 ദിർഹംസ് റിയാല് പറഞ്ഞ് തൊഴിൽ കരാറ് പറഞ്ഞു കൊണ്ടുപോകും. ചെന്നവിടെ ഇറങ്ങിയിട്ട് പിന്നെ എത്തപ്പെട്ട് നിൽക്കുന്ന ചിത്രം പുറത്തു വരുമ്പോൾ ബെന്യാമീൻ പറഞ്ഞ ആട് ജീവിതത്തിന്റെ ലോകത്തായിരിക്കും. ഇപ്പൊ പിന്നെ അല്പം മാറ്റമുണ്ട്. പഴയ കാലത്ത് എയർപോർട്ടിൽ ഇറങ്ങി പാസ്പോർട്ട് കയ്യിലേൽപ്പിച്ചാൽ പിന്നെ വന്നാൽ വന്നു, പോയാൽ പോയി, ഇതാ അവസ്ഥ. കരാറുകളെല്ലാം മാറുകയാണ്. അതിലൊരുപാട് നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേര് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് കേൾക്കും. പല തൊഴിലുടമകൾ, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഒരുപാട് ആളുകളെ കരാറ് പറഞ്ഞ് കൊണ്ടുപോയവർ അവിടെ ചെല്ലുമ്പോൾ ജോലി കരാറനുസരിച്ചല്ല, വേതനവും കരാറനുസരിച്ചല്ല. ആ കരാറ് ലംഘനത്തിന് വല്ല ന്യായമുണ്ടോ, ഉൾക്കൊള്ളാൻ കഴിയുന്ന തൃപ്തമായ ന്യായമുണ്ടോ? ന്യായവുമില്ല എങ്കിൽ, അറിഞ്ഞുകൊണ്ടാണ് ചതി ചെയ്തത് എങ്കിൽ ചിലപ്പോൾ മേൽചതി ചെയ്യപ്പെടും. ഞാനൊരു കരാറ് നിങ്ങളോട് പറഞ്ഞു, പക്ഷെ എന്നോട് പറഞ്ഞ ആള് കരാറ് മാറിക്കഴിഞ്ഞാൽ നിസ്സഹായമാണ്. അവിടെ അള്ളാഹ് പുറത്തു വരും.
എന്നാൽ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് കരാർ ലംഘനം നടത്തിയതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ ആഖിറത്തിൽ വരുമ്പോൾ നിനക്ക് എതിരിൽ വാദിക്കുവാൻ ഞാൻ പടച്ചവന്റെ മുമ്പിൽ വരുമെന്ന് പറഞ്ഞെങ്കിൽ ഈ നിസ്കാരവും നോമ്പും ഒക്കെ നിഷ്ഫലം. അള്ളാഹു കാക്കട്ടെ, എല്ലാ ബാത്തിലും അള്ളാഹു കാക്കുമാറാകട്ടെ. കൂലിയുടെ വിഷയം മാത്രമല്ല, അവകാശങ്ങൾ, ന്യായമായ അംഗീകാരങ്ങൾ, അവകാശങ്ങൾ, ഇതൊക്കെയും ഒരു തൊഴിലാളിക്ക് നൽകണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. ഫമൻ കാന അഖുഹു. ഇങ്ങനെ ഒരു തൊഴിലാളി നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഏത് മതമാണ്, ഏത് തൊഴിലാളി പ്രസ്ഥാനമായി ഇതുപോലെ. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. വർഗരാഷ്ട്രീയവും സ്വത്ത് രാഷ്ട്രീയവും തൊഴിലാളി വർഗവും പ്രേമവും ഒക്കെ പറഞ്ഞവർ മുതലാളിമാരായി മാറിയ മുതലാളിത്ത രാജ്യങ്ങളായി മാറിയ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും പ്രഭ നശിക്കാതെ, നഷ്ടപ്പെടാതെ വീണ്ടും പ്രോജ്വലമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ദീൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പ്രഖ്യാപനങ്ങൾ. ഹബീബായ റസൂൽ പറഞ്ഞ ഫമൻ കാന അഖൂഹു, ആർക്കെങ്കിലും ഇതുപോലെ ഒരു സഹോദരനെ കിട്ടിയാൽ, അതായത് ഒരു തൊഴിലാളി തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാൽ, ഒരാൾ തൊഴിൽ നേടി വന്നു, ഒരാൾ തൊഴിലാളിയായിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കുന്നത് അവനും കഴിക്കാൻ കൊടുക്കട്ടെ. അവൻ കഴിക്കുന്നത് അവന് കഴിക്കാൻ കൊടുക്കട്ടെ. സാന്ദർഭികമായി ഞാൻ ഓർത്തു പോവുകയാണ്, പലരും ടാക്സി ഡ്രൈവർമാരെ വിളിക്കും. ഞാൻ ഒരുപാട് പേര് ഇന്ന് കേട്ടിട്ടുള്ളതാണ്. വളരെ വിഷമകരവും അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയാണ്. പലരും തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരെ വിളിക്കും. പാവപ്പെട്ട ചെറുപ്പക്കാരാണ്. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കേട്ടു, ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ പോവുക. വലിയ മുതലാളിമാര് അവർ കൂടെ കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന യാത്രക്കിടയിൽ വലിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങും. ആ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ രാവിലെ സുബഹി കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടതാ. ആ യാത്ര പുറപ്പെട്ട് വണ്ടി ഓടിച്ച് ഉച്ചയെത്തി വൈകുന്നേരമാകുമ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ കൂടെയുള്ള യാത്രക്കാരനായി അല്ലെങ്കിൽ ഡ്രൈവറായി കൂടെയുള്ള ആൾ കഴിച്ചോ കുടിച്ചോ എന്നുള്ള കാര്യം കൂടെയുള്ളവർക്ക് അറിയാലോ. എങ്കിലും എത്തിയിട്ട് അവരേറ്റവും സൗകര്യമുള്ള സ്ഥലത്തോട്ട് പോകും. ഇവനോട് എന്തെങ്കിലും കഴിച്ചോളാൻ പറയും. യഥാർത്ഥത്തിൽ അത് ന്യായമല്ല, നീതിയല്ല, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി, നിങ്ങളുടെ കരങ്ങൾക്ക് കീഴിൽ ഇങ്ങനെ ഒരു സഹോദരൻ ഉണ്ടായാൽ ഫൽയകുൽഹു മിമ്മാ അകൽ, നിങ്ങൾ കഴിക്കുന്നത് അവരെയും കഴിപ്പിക്കട്ടെ. നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ തൊഴിലാളിക്കും കൊടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഫൽയുൽബിസുഹു മിമ്മാ ലബിസ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഏതാണോ, നിങ്ങളുടെ കീഴിലായി കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്ന വസ്ത്രം അവനെയും നിങ്ങൾ ധരിപ്പിക്കട്ടെ. ലോകത്ത് ഏത് തൊഴിലാളി പ്രസ്ഥാനം പഠിപ്പിച്ചു ഇത്? ലോകത്ത് ഏതെങ്കിലും ഒരു തൊഴിലാളി പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി മെയ് 1 ഇന്നത്തെ ദിവസം ഒരുപാട് സമരങ്ങളോ അല്ലെങ്കിൽ സമര സ്മരണകളോ പുതുക്കപ്പെടുന്ന ദിവസമാണ്. പല സംഘടനകളും, ഓരോ സംഘടനകളും അവരുടെ കൊടിയും പിടിച്ച് സമര സ്മരണകൾ പുതുക്കുമ്പോൾ ചോദിക്കണം അവരോട്, ഇതുപോലത്തെ ഒരു മുദ്രാവാക്യം, ഇതുപോലത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും പാർട്ടി നേതാക്കൾ? ഒരു പാർട്ടി നേതാവുമില്ല. ഇനി നേതാവ് പറയണ്ട, ആ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, എല്ലാവരുടെയും നേതാവ് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത് ഇതാണ്. ഇത് നമ്മൾ അങ്ങോട്ട് പ്രാവർത്തികമാക്കിയാൽ മതി. ഫൽയുൽബിസുഹു മിമ്മാ യൽബസു വലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും, അവർക്ക് സഹിക്കാൻ കഴിയാത്ത, അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത, അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരം ജോലിയുടെ പേരിലാണെങ്കിലും അവരുടെ മേലെ നിങ്ങൾ വെച്ചു കൊടുക്കരുത്. ഫൈൻ കല്ലഫ്തുമുഹും മാ യഗ്ലിബുഹും ഫഈനുഹും, ഇനി നിങ്ങൾ എങ്ങാനും അവരെ ഏൽപ്പിച്ച ജോലി നിങ്ങൾക്കും ബോധ്യപ്പെട്ടുണ്ട് കുറച്ച് ഭാരമുള്ളതാണ്, കുറച്ച് ബുദ്ധിമുട്ട് കൂടിയതാണെന്ന് തോന്നിയാൽ കഴിയുമെങ്കിൽ നിങ്ങൾ പരമാവധി അവരെ സഹായിച്ചു കൊടുക്കണം. പരിശുദ്ധ റമദാനിൽ എന്തു പറഞ്ഞു? നോമ്പുകാരനോടുള്ള കടപ്പാട് പറഞ്ഞപ്പോ നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളിക്ക്, നോമ്പുകാരനായ തൊഴിലാളിക്ക് നിങ്ങൾ തൊഴിൽ ഭാരം നോമ്പിന്റെ സമയത്ത് കുറച്ചു കൊടുത്താൽ, രാവിലെ ഒരു 10 മണി 11 മണി 12 മണി നിർത്താൻ നിങ്ങൾ അവസരം കൊടുത്താൽ അത് നിങ്ങൾ നഷ്ടമായിട്ട് കാണണ്ട. ആ നഷ്ടം നിങ്ങൾക്കൊരു നഷ്ടമല്ല. നിങ്ങൾ നോമ്പിന് വേണ്ടി ആ മനുഷ്യന്റെ തൊഴിലാളി അവൻ നോമ്പ് മുറിക്കാതെ നിങ്ങൾക്ക് ജോലിയും ചെയ്യണം, അവന്റെ കുടുംബത്തിന് വേണ്ടി അന്നത്തിന്റെ വകയും കണ്ടെത്തണം, വൈകുന്നേരം വരെ നോമ്പും കൊണ്ടെത്തിക്കണമെങ്കിൽ അവൻ ഈ സമയത്ത് ജോലി നിർത്തിയേ പറ്റൂ. അത് നിനക്കൊരു നഷ്ടം തോന്നുന്നുവെങ്കിൽ അല്ലാഹയെ ഓർത്തുകൊണ്ട്, പടച്ചവന്റെ നിർദ്ദേശം ഓർത്തുകൊണ്ട് നീ അവന് ലഘൂകരിച്ചു കൊടുത്താൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് തരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കുക, നമ്മൾ പഠിച്ചു നോക്കുക. അള്ളാഹു സാമ്പത്തികമായിട്ട് വലിയ ബർക്കത്ത് നൽകുന്ന ഒരു ജനതയാണ് മുസ്ലിം സമുദായം. നമ്മുടെ നാട്ടിലാകട്ടെ ലോകതലത്തിലാകട്ടെ ഏറ്റവും അധികം പീഡനങ്ങൾ അനുഭവിച്ച് വലിയ സാമ്പത്തിക നഷ്ടം, വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഒരു കലാപം കഴിയുമ്പോൾ സർവ്വതും തീർന്നു, തരിശാവുകയാണ്, ഒന്നുമില്ല. ആ ഒന്നുമില്ലായ്കയിൽ നിന്നും കുറഞ്ഞ നാളുകൾ കൊണ്ട് പെട്ടെന്ന് അതിവേഗം അല്ലാഹു വളർച്ച കൊടുക്കും. ആ വളർച്ച കൊടുക്കപ്പെടുന്ന ആളുകളെയൊക്കെ നമ്മളൊന്ന് പഠിച്ചാൽ അവർ കൊടുക്കുന്നതിലും വളരെയധികം ധർമ്മിഷ്ഠരായ ആളുകളായിരിക്കും. എത്ര കൊടുക്കാൻ ഒരു വൈമനസ്യവും കാണിക്കാത്ത ആളുകൾ അള്ളാഹുർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിന്റെ വിശാലതയാണ്. മനസ്സ് തൃപ്തിയായിട്ട് കൊടുക്കണം, അല്ലാതെ പറഞ്ഞതിന് വേണ്ടി, കാണിക്കാൻ വേണ്ടി, ആരെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെയല്ല. അള്ളാഹുവാണ് എനിക്ക് തന്നത്,
ആ പടച്ചറബ് അവന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ പറഞ്ഞത് ഞാൻ ചെയ്താൽ അള്ളാഹ് എനിക്ക് വേറൊരു വഴിയിലൂടെ തരും എന്ന നിയ്യത്തിൽ കൊടുത്തോട്ടെ, അവർക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്തെന്നറിയോ? മരണകാലം വരെയും ഒരു വിഷയത്തിലും ഒരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു വെക്കൂല. അവരുടെ മക്കൾക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ അള്ളാഹു വെക്കൂല. ഇതിനേക്കാൾ വലിയ ഭാഗ്യത എല്ലാം ഉണ്ട് എന്നും പഞ്ഞം പറഞ്ഞ് നടക്കേണ്ടി വരിക, എല്ലാം ഉണ്ട് പലപ്പോഴും കുമ്പിടേണ്ടി വരിക, കൈകൂപ്പേണ്ടി വരിക. ഇതിനേക്കാളും നിന്യത ഏതാ ഉള്ളത്? നികൃഷ്ടത ഏതാ ഉള്ളത്? അള്ളാഹു പറയാ, ധർമ്മം ചെയ്യുന്ന ആളുകൾ, വിട്ടുവീഴ്ച ചെയ്യുന്നവർ, തൊഴിലാളിക്ക്, അടിമകളോട്, കഷ്ടപ്പെടുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കുന്ന അള്ളാഹു റബ്ബുൽ ആലമീനാണ് ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഫംശു ഫീ മനാകിബിഹ, അതിന്റെ ചുമലിലേറി നിങ്ങൾ സഞ്ചരിക്കൂ. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഉപജീവന വിഭവങ്ങൾ നിങ്ങൾ നേടിയെടുത്തുകൊള്ളിൻ. വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീൻ തൊഴിലിന് നൽകിയ പ്രാധാന്യം മതപരമായി, വിശ്വാസപരമായി, ആരാധനയോടൊപ്പം എണ്ണപ്പെട്ടതാണ് തൊഴിൽ. പലരും ധരിക്കുകയായിരിക്കും ഇബാദത്ത് എന്ന് പറയുന്നത് ഈ 1 മണിക്കൂർ, ഇപ്പൊ വെള്ളിയാഴ്ച ഇവിടെ ഇരിക്കുന്ന 1 മണിക്കൂർ, ഇത് ഇബാദത്താണ്. ഇത് കഴിഞ്ഞ് സലാം വീട്ടി പുറത്തിറങ്ങി മുറ്റത്തേക്ക് എത്തിയാൽ ഇബാദത്ത് കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഈ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും മനസ്സിലെ നിയ്യത്ത്, ഞാൻ പോകുന്നത് കടയിലേക്കാണ്, വാഹനത്തിലേക്കാണ്, ഓഫീസിലേക്കാണ്, വിദ്യാലയത്തിലേക്കാണ്, എവിടെയും ആകട്ടെ, ആ പോകുന്നത് തൊഴിലിന് വേണ്ടിയാണ്. തന്റെ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് പോവുക. ഏതൊരു ജോലിയുമാകട്ടെ, ഹലാലായ ഏതൊരു ജോലിയുമാകട്ടെ, ആ പോകുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ട്. അള്ളാഹുവേ, ഈ അധ്വാനം കൊണ്ട് എനിക്ക് കിട്ടുന്ന വിഹിതം അതെനിക്ക് മാത്രമല്ല, എന്റെ ആരോഗ്യം ഞാൻ വിനിയോഗിച്ച് കിട്ടുന്ന ഈ വിഹിതം എന്നെ പോലെ ജീവിക്കാൻ കഴിയാത്ത സാധുക്കളായ മനുഷ്യർക്ക്, എന്റെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ നീ എന്നെ കാരണമാക്കിയല്ലോ റബ്ബേ. ഇതിന് നാളെ ആഖിറത്തിൽ പ്രതിഫലമുണ്ടെന്ന് എന്റെ റസൂല് പഠിപ്പിച്ചല്ലോ അല്ലാഹ്. അതിനുള്ള നല്ല തൗഫീഖ് തരണേ എന്ന നിയ്യത്തോടെ, ആ ദുആയോടെയാണ് പോകുന്നതെങ്കിൽ അവൻ ഓരോ വെട്ടുന്ന വെട്ടിനും, അവന്റെ ജോലിയിലെ ഓരോ തുള്ളി വിയർപ്പിനും ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ദീൻ. ഈ ദീനുൽ ഇസ്ലാമിന് ഒരു തൊഴിലാളി ദിനമോ ഒരു മെയ് 1 തൊഴിലാളികളുടെ അവകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വരാൻ പാടില്ല. നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിച്ചത് അത് നിത്യ ദീനീ ജീവിതത്തിന്റെ ഭാഗമാണ്. തൊഴിലാളികളെ സമരത്തിന്റെ മുമ്പിൽ അവകാശം വകവെച്ചു കൊടുക്കലല്ല. ഏത് തൊഴിലും ചെയ്യുവാൻ, ഹലാലായ ഏത് തൊഴിലിനും ഇസ്ലാം വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. തൊഴിലിന് പരിഗണന നൽകിയ മതമാണ്. ചില തൊഴിലുകളെ സമൂഹം നിന്ദ്യമായി കാണാറുണ്ട്. സത്യത്തിൽ അങ്ങനെ നിന്ദ്യമായി കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു തൊഴിലുണ്ടോ? ഹറാമല്ലാത്ത. പലിശക്കാരന് മാന്യതയുണ്ട്, അധ്വാനിക്കുന്നവര് നിന്ദ്യതയുമാണ്. ചില മേഖലയിൽ ചില ജോലി ചെയ്യുന്നവർക്ക് നിന്ദ്യതയാണ്. സമൂഹത്തിൽ ഒരു നിന്ദ്യതയും പാടില്ല. അടുത്ത ആഴ്ച ദുൽഹജ്ജ് ആവുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയേണ്ടിയുള്ളതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരും ഭാവിയിൽ ഈ വിഷയം പറയാം. തൊഴിലുകൾ, ഓരോ നബിമാരും സമൂഹത്തിൽ, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി, ഉസ്താദേ ഞാൻ ചെയ്യുന്ന ജോലി ഇന്നതാണ്, എനിക്ക് നബിമാരിൽ മാതൃകയുണ്ടോ? തീർച്ചയായിട്ടും മാതൃകയുണ്ട്. ഓരോ നബിമാരും ഓരോ ജോലികൾ, എല്ലാ നബിമാരും ഒരു ജോലിയല്ല ചെയ്തത്. എല്ലാ നബിമാരും ഓരോ ജോലികൾ അള്ളാഹു ഉപജീവനാർത്ഥം അവർക്ക് കൊടുത്തു. എന്തിനാ? വരും തലമുറകൾക്ക് മാതൃകയായി. അലക്ക് ചെയ്തവരുണ്ട്, തുണി അലക്കിയവര്. നബിമാര് ആളുകളുടെ, പാവങ്ങളുടെ മനുഷ്യരുടെ തുണി വാങ്ങിക്കൊണ്ടുവന്ന് അലക്കി കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് ജീവിച്ച പ്രവാചകന്മാരുണ്ട്. മരപ്പണി ചെയ്തവരുണ്ട്, കൊല്ലപ്പണി ചെയ്തവരുണ്ട്, മത്സ്യബന്ധനം നടത്തിയവരുണ്ട്, വൈദ്യം ചെയ്തവരുണ്ട്, എല്ലാ പണിയും ചെയ്ത നബിമാരുണ്ട്. അവരാണ് നമ്മുടെ മാതൃക. മുടിവെട്ടുന്ന ആളുകളോട് ചിലർക്ക് നിന്യത. ആരും മുടിവെട്ടാനില്ല, സമരം പ്രഖ്യാപിച്ചു. എന്തായിരിക്കും? നമുക്ക് നിന്യതയാണല്ലോ, നമുക്ക് പുച്ഛം. എല്ലാവരും കൂടെ അങ്ങ് സംഘടിച്ചിട്ട് ആ ജോലി ചെയ്യുന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ, ഡൽഹിയിൽ തോട്ടിപ്പണി നിർത്തിക്കൊണ്ട് 2 മാസം സമരം ചെയ്തൊരു കാലം ഉണ്ടായി. ഡൽഹി പട്ടണത്തിലെ, ഞാൻ ഉപരിപഠനത്തിൽ നിൽക്കുന്ന സമയത്ത് ഡൽഹി പട്ടണത്തിൽ അവിടുത്തെ പ്രത്യേക ഒരു വിഭാഗമായി സാധുക്കളെ മാറ്റി. 2 മാസം ഇവരങ്ങ് പണി നിർത്തി. അവസാനം എല്ലാ മേളാനും 50ാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. ഇനി താഴെ വന്നു. എന്നിട്ട് ഈ തോട്ടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുക, ഒന്ന് വരണം. തേങ്ങ വെട്ടാൻ പോകുന്ന ആളുകളെ കാത്തിരുന്നിട്ട് വാഹനം കൊണ്ടുപോയി വിളിച്ചോണ്ട് വരുന്ന കാലമല്ലേ ഇപ്പോ? ഒരു തൊഴിലിനും, ഹലാലായ ഒരു തൊഴിലിനും നിന്നതല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ പരിഗണനയുണ്ട്, പരിഗണന നൽകപ്പെടണം. ഇത് പഠിപ്പിച്ച മതമായ ഇസ്ലാം. എന്തുകൊണ്ടെന്നാൽ ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് എല്ലാവരും വേണം. ഡോക്ടറും വേണം, എഞ്ചിനീയറും വേണം, അധ്യാപകൻ വേണം, പോലീസ് വേണം, കിളയക്കാർ വേണം, വെട്ടുകാർ വേണം, ബാർബർ വേണം. എല്ലാ തൊഴിലാളിയും ഉണ്ടെങ്കിൽ ലോകം നിലനിൽക്കൂ. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ പരസ്പരം പൂരകങ്ങളായിട്ടാണ്. അള്ളാഹു എല്ലാവരെയും ഒരേ രൂപത്തിലല്ല സൃഷ്ടിച്ചത്. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ടോപ്പസ്റ്റ് ആക്കാനാണ് സ്കൂളിൽ കൊണ്ടാക്കുക.
അവരതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തും. എന്നാൽ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ, +2 പാസ്സാകുമ്പോൾ, ഡിഗ്രി പാസ്സായി വരുമ്പോൾ ഈ ആഗ്രഹിച്ച ആഗ്രഹങ്ങളായിരിക്കില്ല നടക്കുക. ഒരു മോൻ മൃഗങ്ങളുടെ പുറകെ പോകുന്നതായിരിക്കും കാണുക, ഒരാൾ എഞ്ചിനീയറിംഗിന്റെ പുറകെ പോകുന്നത് കാണാം, ഒരാൾ പൈലറ്റ് ആവാൻ പോകുന്നത് കാണാം. ഇവരുടെ എല്ലാ മാതാപിതാക്കൾ എല്ലാവരെയും ഒരേ ലക്ഷ്യത്തിലാണ് ആക്കിയത്. അങ്ങനെയാണ് ആയിരുന്നതെങ്കിൽ ഡോക്ടർക്ക് കെട്ടിടം പണിയാൻ ആളെ കിട്ടൂല, കെട്ടിടം പണിയാൻ പോകുന്ന എഞ്ചിനീയർക്ക് വീട്ടുജോലിക്ക് ആളെ കിട്ടൂല, അവന് കഴിക്കാനുള്ള ആഹാരത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന കച്ചവടക്കാരൻ ഉണ്ടാവില്ല, ആ കച്ചവടക്കാരന്റെ കടയിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുന്ന കർഷകൻ ഉണ്ടാവില്ല. ഇതെല്ലാം ലോകത്തുണ്ടാവണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. ഞാനാണ് ഇങ്ങനെയാക്കിയത്. ദുനിയാവിൽ വിവിധ തൊഴിലുകൾ ചെയ്യുന്ന മനുഷ്യരെ വിവിധ തൊഴിലുകളുമായി ബന്ധപ്പെടുത്തി പ്രകൃതിയെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിയത് നിങ്ങളുടെ സന്തുഷ്ടമായ ജീവിതത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. ചില സ്ഥാപനങ്ങളിലൊക്കെ ഈഗോ ക്ലാഷ്, മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥനെ വളരെ പുച്ഛമായി കാണുക. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഫോഴ്സസിലൊക്കെ ആത്മഹത്യ പലപ്പോഴും കേൾക്കുമ്പോൾ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതാണ്. അടിമപ്പണി 2 കാര്യം കൊണ്ട്, ജോലി ചെയ്യാൻ ആളെ കിട്ടാത്തത് കൊണ്ടല്ല, തങ്ങളുടെ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചില്ല എങ്കിൽ ഞാൻ മേലുദ്യോഗസ്ഥനാകൂല എന്നൊരു തോന്നലാണ്. അങ്ങനെ മേലുദ്യോഗസ്ഥരായവരൊക്കെ നാളെ പടച്ചവന്റെ കോടതി വരുമ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞ ഞാൻ അവനെതിരിൽ കോടതിയിൽ വാദിക്കാനുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ആ ഭയാനകമായ ആ കോടതിയുടെ ദിവസത്തെ ഭയപ്പെടുക. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ദിവസങ്ങൾ ആയി വരുന്നു. നമ്മുടെ നാടുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജിമാർ ഹജ്ജുമ്മമാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ യാത്രയാക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ നിന്നും ഇന്നും അൽഹംദുലില്ലാഹ് 10ഓളം വരുന്ന ഹജ്ജുമ്മമാർ ഹാജിമാർ യാത്രയായി. ഹജ്ജ് നിർബന്ധമായ ആളുകളാണ് നമ്മിൽ പലരും. എന്നാലും അതിന്റെ ഗൗരവം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ വരും ഭാവിയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരും മാറി നിൽക്കുന്നവരും അള്ളാഹു കാക്കട്ടെ. എപ്പോഴാണ് ആയുസ് പോകുമെന്ന് അള്ളാഹു മാത്രമേ അറിയൂ. നിയ്യത്ത് ചെയ്യണം, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈദുൽ അദ്ഹ ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഈദുൽ അദ്ഹയുടെ ഒരുക്കത്തിലേക്ക് എത്തുക. ഈ മാസം ഇന്ന് മെയ് 1, 26 അല്ലെങ്കിൽ 27-ാം തീയതി ഈദുൽ അദ്ഹയുടെ ദിവസമാണ്. ഈദുൽ അദ്ഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഉലഹിയ, ഉലഹിയത്തിന്റെ ആഘോഷം, അതാണ് ഈദുൽ അദ്ഹ. അപ്പൊ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഉലഹിയാണ്. ഉലഹിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ സഹായം താങ്ങായി മാറുന്നതാണ് ഉലഹിയ. നമ്മുടെ പല മുസീബത്തുകൾ ജീവിതത്തിൽ നമ്മുടെ പല തെറ്റുകൾ കൊണ്ട്, വീഴ്ചകൾ കൊണ്ട് വന്നു ഭവിച്ചതും അല്ലാതെയൊക്കെയായ പല ആപത്തുകളും നീങ്ങിപ്പോകുവാൻ ഉലഹിയത്തിലൂടെ അള്ളാഹു സഹായിക്കുന്നു. ഹബീബുനാ റസൂലുള്ളാഹി ഉലഹിയത്തിന്റെ ഫളായിലുകൾ പറഞ്ഞതിൽ കാണാം. മൻ കാന ലഹു സഅത്തുൻ ലിഅയുലഹിയ ഫലം യുലഹി ഫലാ യഹ്ലുറു മുസല്ലാന. ഉലഹിയ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ഉലഹിയ നിർവഹിക്കാതെ ഒരാള് നിസ്കാരത്തിന് മാത്രമായിട്ട് വരണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഉലഹിയത്തിന്റെ നിയ്യത്ത് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി സ്വന്തമായി തന്നെ അതിനെ പരിപാലിച്ച് ഉലഹിയ അറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നിയ്യത്തും ചെയ്ത് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.